കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യയുടെ ഡി ഗുകേഷ് ലോകത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ചാമ്പ്യനായി മാറിയത്. 2023 ലോക ചാമ്പ്യനായ ചൈനയുടെ ഡിങ് ലാറനെയാണ് ഗുകേഷ് തോൽപ്പിച്ചത്. ലോക ചെസ്സിന്റെ ചരിത്രം നോക്കിയാൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് റഷ്യ എന്ന രാജ്യവും അവരുടെ തന്നെ സോവിയറ്റ് യൂണിയനുമാണ്. ഓസ്ട്രിയയുടെ വിലം സ്റ്റൈനിറ്റ്സ് 4 പ്രാവശ്യം ലോക ചാമ്പ്യനായിരുന്നു. ജർമ്മനിയുടെ എമ്മാനുവൽ ലാസ്കറും ഏറ്റവും കൂടുതൽ കാലം ചാമ്പ്യനായി വാണ ഒരു താരമാണ്. 6 പ്രാവശ്യം അദ്ദേഹം ചാമ്പ്യനായിട്ടുണ്ട്. സോവിയറ്റ് യൂണിയന്റെ അലക്സാണ്ടർ അലേഖിൻ 4 തവണ ലോക ചാമ്പ്യനായിരുന്നു. ചാമ്പ്യനായിരിക്കുമ്പോൾ തന്നെ മരിക്കുകയും ചെയ്ത താരമാണ് അദ്ദേഹം. സോവിയറ്റ് യൂണിയന്റെ തന്നെ മിഖായിൽ ബോത്തിനിക് 6 പ്രാവശ്യം ചാമ്പ്യനായത് കൂടാതെ കാർപോവ്, കാസ്പറോവ്, ക്രാംനിക് തുടങ്ങി 3 ലോക ചാമ്പ്യന്മാരെ പരിശീലിപ്പിക്കുകയും ചെയ്ത ആളാണ്. പിന്നീട് സോവിയറ്റ് യൂണിയന്റെ അനറ്റോളി കാർപോവ് 4 തവണ ചാമ്പ്യനായി. ഒരു പ്രാവശ്യം എതിരാളിയായ അമേരിക്കയുടെ ബോബി ഫിഷർ കളിക്കാൻ വിസമ്മതിച്ചത് കൊണ്ടാണ് ചാമ്പ്യനായത്. കാർപോവിന് ശേഷം കാസ്പറോവ് വന്നു. 22-ാം വയസ്സിൽ ചാമ്പ്യനായി. 6 തവണ കിരീടം നേടി ബോത്തുനിക്കിന്റെ റെക്കോർഡിനൊപ്പം എത്തി. പിന്നീട് വ്ളാഡിമിർ ക്രാംനിക് എത്തി. 3 തവണ അദ്ദേഹം ചാമ്പ്യനായി. അതിനുശേഷമാണ് ഇന്ത്യൻ താരോദയം ലോകം കണ്ടത്. വേഗമേറിയ ചെസ്സിലൂടെ ലോകശ്രദ്ധ പിടിച്ചുപറ്റിയ വിശ്വനാഥൻ ആനന്ദ് 4 തവണ ലോക ചാമ്പ്യനായി. പിന്നീട് നോർവേയുടെ മാഗ്നസ് കാൾസൺ ചെസ്സിന്റെ ലോകം അടക്കി ഭരിക്കുകയായിരുന്നു. 5 പ്രാവശ്യം അദ്ദേഹം ചാമ്പ്യനായി. 2023 ഡിങ് ലാരൻ കിരീടം നേടി. ഏറ്റവും പ്രായം കുറഞ്ഞ ചാമ്പ്യനായി ഇപ്പോഴിതാ ഗുകേഷും ചരിത്രത്തിൽ ഇടം പിടിച്ചു. സോവിയറ്റ് യൂണിയനും റഷ്യയും നിറഞ്ഞാടിയ ചെസ് ലോകത്തിൽ ഏറ്റവും വലിയ പ്രതിഭ ആരാണെന്ന് ചോദിച്ചാൽ പല ഉത്തരങ്ങളാണ്. അനറ്റോളി കാർപോവ് ആണ് ഏറ്റവും മികച്ച കളിക്കാരനെന്ന് പലരും പറയുന്നുണ്ട്. ഗാരി കാസ്പറോവ് ആണെന്ന അഭിപ്രായവുമുണ്ട്. എന്നാൽ റഷ്യൻ ആധിപത്യത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരിക്കൽ മാത്രം ലോക ചാമ്പ്യനായ അമേരിക്കയുടെ ബോബി ഫിഷറാണ് യഥാർത്ഥ പ്രതിഭ എന്നാണ് ചെസ് വിദഗ്ധർ വിലയിരുത്തുന്നത്. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം 5 പതിറ്റാണ്ടോളം നീണ്ടുനിന്ന ശീതയുദ്ധത്തിന്റെ കാലത്ത് സോവിയറ്റ് റഷ്യക്കെതിരെ പ്രയോഗിക്കാൻ അമേരിക്ക പുതിയൊരു ആയുധം കണ്ടെത്തി. അതാണ് ബോബി ഫിഷർ എന്ന ചതുരംഗക്കളത്തിലെ ഇതിഹാസം. അന്താരാഷ്ട്ര ചെസ് ചാമ്പ്യൻഷിപ്പിൽ അത്രമേൽ വലുതായിരുന്നു റഷ്യൻ ആധിപത്യം. തുടർച്ചയായി സോവിയറ്റ് താരങ്ങൾ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് അടക്കി വാഴുമ്പോഴാണ് അമേരിക്ക ബോബി ഫിഷറെ കളത്തിലിറക്കുന്നത്. 1972 ബോബി ഫിഷർക്ക് എതിരാളിയായി നിന്നത് റഷ്യയുടെ ബോറിസ് സ്പാസ്കി ആയിരുന്നു. അതുവരെ 5 തവണ ഫിഷറും ബോറിസും ഏറ്റുമുട്ടിയപ്പോൾ 3ലും ബോറിസ് സ്പാസ്കി വിജയിച്ചിരുന്നു. 2 മത്സരങ്ങൾ സമനിലയിലായി. പക്ഷേ 72 ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ചരിത്രം വഴിമാറി. ബോബി ഫിഷർ വിജയക്കൊടി പാറിച്ചു. ആദ്യമായി ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് അമേരിക്കയിലേക്ക് എത്തി. പിന്നെയും സോവിയറ്റ് താരങ്ങൾ ചെസ് ലോകത്തെ രാജാക്കന്മാരായി വിലസിയെങ്കിലും ബോബി ഫിഷറുടെ കഥ മാറി നിൽക്കുക തന്നെ ചെയ്യും. അനറ്റോളി കാർപോവിനോട് മത്സരിക്കില്ലെന്ന് വാശി പിടിച്ചതുകൊണ്ട് ബോബി ഫിഷറിന് 75 ലോക ചാമ്പ്യൻ പട്ടം നഷ്ടമാകുകയും ചെയ്തു. 1972 ബോറിസ് സ്പാസ്കിക്കെതിരെ കളിച്ചപ്പോൾ റൂമിലുണ്ടായിരുന്ന ക്യാമറകൾ നീക്കം ചെയ്യാൻ ഫിഷർ പിടിവാശി കാണിച്ചിരുന്നു. തന്റെ ശ്രദ്ധ നഷ്ടപ്പെടുന്നുവെന്നായിരുന്നു ഫിഷറുടെ ആരോപണം. ആദ്യ 2 ഗെയിമുകൾ സ്പാസ്കി ജയിച്ചു നിൽക്കുമ്പോഴായിരുന്നു ഫിഷറുടെ ഈ വാദം വന്നത്. ഫിഷർ കളി തുടരില്ലെന്ന് ഉറപ്പായതോടെ അധികൃതർക്ക് അതിന് വഴങ്ങേണ്ടി വന്നു. ക്യാമറകൾ എടുത്തു മാറ്റി മറ്റൊരു റൂമിലാക്കി മത്സരം. അതിന് പിന്നാലെ തുടർച്ചയായ 6 ഗെയിമുകൾ ഫിഷർ ജയിച്ചു. ഇപ്പോഴും നൂറ്റാണ്ടിന്റെ പോരാട്ടം എന്നാണ് ആ മത്സരത്തെ വിശേഷിപ്പിക്കുന്നത്. അങ്ങനെ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ലോക ചാമ്പ്യനായ ഫിഷർ പിന്നെ തുടർച്ചയായി 20 വർഷം ചെസ് കളിച്ചിട്ടില്ല. ഇക്കാലം അത്രയും ഫിഷർ എവിടെയാണെന്ന് പോലും ആരും അറിഞ്ഞതുമില്ല. പിന്നീട് 1992 വീണ്ടും ഒരു ഫിഷർ സ്പാസ്കി പോരാട്ടം നടന്നു. അന്നും ഫിഷർ ജയിച്ചുവെങ്കിലും അമേരിക്കൻ നിരോധനം മറികടന്ന് നടത്തിയ ആ മത്സരം അയാളെ രാജ്യത്തിന്റെ ശത്രുവാക്കി മാറ്റി. വീണ്ടും ഫിഷർ അജ്ഞാതവാസത്തിലേക്ക് പോയി. ഒടുവിൽ ഫിഷറെ അമേരിക്ക പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചു. 12 വർഷത്തിന് ശേഷം ടോക്കിയോയിൽ വെച്ച് ഫിഷർ അറസ്റ്റിലായി. ഈ വിവാദങ്ങളെല്ലാം കെട്ടടങ്ങിയത് ബോബി ഫിഷറിനെ ഐസ്ലാൻഡ് പൗരത്വം നൽകിയതോടെയാണ്. പിന്നെയും ഒട്ടേറെ വിവാദങ്ങളിൽ നിറഞ്ഞെങ്കിലും 2008 ജനുവരി 17 ആ ഇതിഹാസം ലോകത്തോട് വിട പറഞ്ഞു. വർഷങ്ങൾ പിന്നിടുമ്പോഴും അത്ഭുതകരമായിരുന്ന ആ ജീവിതത്തിന്റെ ഓർമ്മകൾ ഈ ലോകത്തെ വിട്ടു പോകുന്നില്ല. ആൽബർട്ട് ഐൻസ്റ്റീനേക്കാളും IQ കൂടുതൽ ഉള്ള വ്യക്തിയായിരുന്നു ബോബി ഫിഷർ. കടുത്ത അമേരിക്കൻ വിരുദ്ധനും കൂടിയായിരുന്നു ബോബി ഫിഷർ. 2001 സെപ്റ്റംബർ 11 വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിന് ശേഷമാണ് അമേരിക്കയിലേക്ക് ഫിഷർ തിരിച്ചെത്തിയത്. ഫിലാഡൽഫിയ റേഡിയോക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം ഈ ആക്രമണത്തെ പ്രശംസിക്കുകയും അമേരിക്ക തുടച്ചു നീക്കപ്പെടണമെന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തിരുന്നു.